പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാല് സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എല്ലാരും വെയിറ്റ് ചെയ്തൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ എന്താണ് സ്പെഷ്യൽ വീഡിയോ വെച്ചാല് നമ്മളെ അമീലയുടെ ഫേസ് റിവീൽ ചെയ്യുന്ന വീഡിയോ ആണ്. ഇപ്പൊ 3 months ആയി, എന്നിട്ട് 3 ദിവസം എല്ലാരും വെയിറ്റിംഗിലായിരുന്നു. അതിന്റെ കുറെ വീഡിയോസ് എടുക്കുന്നത്. അപ്പൊ എല്ലാരും ചോദിക്കുക എന്താ നമ്മളെ വീഡിയോ ഫേസ് റിവീൽ ചെയ്യാത്തത് അടുത്ത വീഡിയോ ചെയ്യും പറഞ്ഞാൽ കാത്ത് പിന്നെ അവസാനം നീട്ടി ലാസ്റ്റ് ഞങ്ങൾ തച്ചുടിക്ക് വന്നിട്ട് ചെയ്യാം. എന്നിട്ട് ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ ഒരാഴ്ച ആയിട്ടോട്ട് നമ്മള് വന്നിട്ട്. അപ്പൊ നമ്മള് ഫേസ് റിവീൽ ചെയ്യുന്നതാണ്. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മള് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇപ്പൊ എത്ര മന്ത് ആയി, വെയിറ്റ്, കാര്യങ്ങൾ, കുറെ ആൾക്കാർ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലവര് പുതിയതായിട്ട് കാണുന്നവരായിരുന്നാലും അപ്പൊ അവർക്ക് വേണ്ടിയിട്ടൊന്നും പറയാം. നമ്മളെ ഡെയിലി സബ്സ്ക്രൈബ് ചെയ്തവര് നമ്മള് ക്ഷമിക്കുക. കേട്ട് എന്താ പറയാ, കേട്ട് മനസ്സിലാക്കുക. കേട്ട് അവർക്ക് ബോറടിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ പറയണത് 3 months ആയി, വെയിറ്റ് നമുക്ക് 4,500 വെയിറ്റ്. പിന്നെ ഇത്രയും എന്താ ബേബിന്റെ ഫോട്ടോ കാണിക്കാത്തെന്ന് വെച്ചാല് നമ്മളിപ്പോ കുറച്ച് ഫസ്റ്റ് മന്ത് തന്നെ കാണിക്കുമ്പോ ബേബീന്റെ ഏകദേശം മുഖ ഷേപ്പ് ആരതാണെന്നോ ഏകദേശം മുഖ ഷേപ്പ് ഒന്നും വന്നിട്ടുണ്ടല്ലോ. പിന്നെ ബേബിക്ക് കരച്ചിലായിരുന്നു. ഞാൻ എടുത്തവരെ ഭയങ്കര കരച്ചിലാണ്. കരച്ചിൽ തന്നെയാണ്. അപ്പൊ എന്താ പറയാ, ഇപ്പൊ കുറച്ച് തിരിച്ചറിവ്, അതായത് നമ്മൾ കളിക്കുമ്പോ അവര് റിപ്ലൈ ആയിട്ട് ഇരുന്നിട്ട് കളിക്കുക, അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ കൗലാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിന് റിപ്ലൈ തരുന്നുണ്ട് അവരുടെ ഭാഷയില്. പിന്നെ അപ്പൊ ഇപ്പൊ മുഖഷേപ്പ് തിരിച്ചറിയാനായിട്ടുണ്ട്. ആരതാണ്, ഇന്റേതാണോ ആദ്യയുടേതാണോ എന്നൊക്കെ. അപ്പൊ എനിക്ക് ആദ്യത്തേതാണ് തോന്നുന്നത്, പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല. അപ്പൊ നിങ്ങള് പറയണം. അതായത് ഇപ്പൊ ഒരാളത് ഇപ്പൊ ആദ്യത്തെ മുഖഷേപ്പ് ആണെങ്കിൽ കണ്ണ്, മൂക്ക്, കാണാനൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ. അപ്പൊ അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യണം. പിന്നെ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ലോഡ്ജിക്ക് തച്ചുണ്ടി ലോഡ്ജിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പൊ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, നമ്മൾ വീണ്ടും ഇവിടെ തിരിച്ചെത്തിരിക്കുകയാണ് ഗൈസ്. കാരണം നമ്മൾ ഇവിടുന്ന് കെട്ടും കൊണ്ട് പോയതായിരുന്നു. ഇനി ഇങ്ങിട്ടില്ല. പക്ഷെ ഒന്ന് ഞങ്ങള് പഠിച്ച് ഇനി കെട്ടും കൊണ്ട് മാറണ പരിപാടിയില്ല. കാരണം ഇത് മാറണേനല്ല, ഇത് ഭയങ്കര റിസ്ക് ആണ്. സാധനം കൊണ്ട് അങ്ങോട്ട് കൊണ്ട് പോകാൻ ഒരുപാട് ചില്ലറ പരിപാടിയല്ല. അന്ന് സാധനം ഇറക്കിയത് ഞങ്ങളുടെ ഇറക്കിയത്. അതെ. പിന്നെ പറഞ്ഞിരുന്നു പ്രസവരക്ഷ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറെ ക്വസ്റ്റ്യൻ വന്നിരുന്നു. എവിടേക്കും പോയിട്ടില്ല, ഉമ്മ തന്നെ ആയിരുന്നു. പ്രസവരക്ഷയൊക്കെ ഉമ്മയാണ് നോക്കിയത്. പിന്നെ പറഞ്ഞാൽ 90 ആവുന്നതിന് മുന്നേ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. കാരണം നമുക്ക് വീട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മള് ആദ്യത്തെ കോട്ടേഴ്സിനെ തിരിച്ചെടുത്തുട്ടോ. കാരണം ഇത് അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, 90 കഴിഞ്ഞ ലോഡ്ജിക്ക് പോരാൻ കഴിയില്ല. കാരണം ഇത് ഈ ലോഡ്ജ് ഇപ്പൊ തന്നെ ഇപ്പത്തെ ആളായി, അപ്പുറത്തെ ഫുള്ളായി. ഇത് മാത്രമേ ഒരു ഒഴിവുള്ളായിരുന്നു. ഇനിയിപ്പോ 90 കഴിഞ്ഞ് പോരുമ്പേക്ക് അപ്പഴേക്ക് ഇതും കൂടി ഫുള്ളായ സാധനങ്ങളൊന്നും കൊടുത്തിട്ടൊരു കാര്യമില്ല. നമുക്ക് അതിന് വാടക ലാഭം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താമസിക്കുക വേണം. ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് 7 മാസത്തിൽ പോയത് എല്ലാതും കൊണ്ട്. പക്ഷെ അതിനുശേഷം നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് വാടക കൊടുക്കുന്നതിന് മുതലാവുണ്ടല്ലോ, കാരണം നമ്മളിവിടെ നിൽക്കുന്നുണ്ടല്ലോ. പിന്നീട് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ 3 പേരാണ്. ഇപ്പൊ 2 പേര് മാത്രമല്ല, ആദ്യം 2 പേര് മാത്രമല്ല, ഇപ്പൊ 3 മെമ്പറാണ്. അപ്പൊ അമീലിയാണ് പേര്. ആമിമോള് എമിമ, എമി എന്നൊക്കെ വിളിക്കും. പിന്നെ എന്താ പറയാ, ഇപ്പൊ ഒരു കുഴപ്പമില്ല. ജസ്റ്റ് കുറച്ചേരം കളിക്കും കേട്ടോ, കുറച്ചേരം ഇങ്ങനെ കളിച്ചു നിൽക്കും. പക്ഷെ ആള് എപ്പോഴും ഉറങ്ങണം വെച്ചിട്ടുണ്ടാവില്ല. നല്ല കളിയാവും, പെട്ടെന്ന് ഉറങ്ങുക. കളിച്ച് ക്ഷീണിച്ചു ഉറങ്ങും. നല്ല കൗല ശ്രമിക്കുന്നുണ്ട്. എപ്പോഴാ കൗല പറയാൻ പറ്റില്ല. എന്റെ കണ്ണം തെറ്റിക്കഴിഞ്ഞാൽ കൗലും, അതായത് ഇങ്ങനെ കൗലാൻ വേണ്ടി മറിയുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചോദിച്ചു ഹോസ്പിറ്റല് രാജഗിരി ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു പ്രസവം, ഓപ്പറേഷൻ ആയിരുന്നു. അങ്ങനെ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോരുത്തരും ഇൻസ്റ്റയിൽ ഇങ്ങനെ വന്ന് മെസ്സേജ് ആക്കുന്നുണ്ടായിരുന്നു. ആദ്യക്കാണ് അധികം മെസ്സേജ്
ഇങ്ങനെ വൈഫിനോട് കാണിച്ച് അവിടെ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്തിരുന്നത്. പിന്നെ ഓപ്പറേഷൻ ഉണ്ട് മെയിനായിട്ട് അത് പറയണം. അങ്ങനെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ പറയാനെന്താ വെച്ചാല് ഞങ്ങളെ മഞ്ചേരി സബ്സ്ക്രൈബിന് കണ്ടിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ടൈമും കാര്യങ്ങളൊന്നുമില്ല. ബേബിനെ ഇവിടെ ആക്കിയിട്ടായിരുന്നു പോന്നിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് മഞ്ചേരി പോയ രീതിയിൽ പോയത്. എല്ലാവരും കാര്യം ചോദിക്കാറുണ്ട് റിനു എന്താ 90 കഴിയാതെ പുറത്തിറങ്ങിയത്. റിനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ കാരണം ഞങ്ങൾക്ക് ഞങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ നോർമലായിട്ട് അറിയാതെ ചോദിക്കണവരുണ്ടാവും. ഈ ചോദിക്കണവരോട് വന്ന് സഹായിക്കണം. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട സാധനങ്ങൾ ഓല് വന്ന് വാങ്ങട്ടെ. ഞാൻ റിനോട് നിർത്തിക്കോളാം. എന്റെ പോലും വന്നോട്ടെ, എന്റെ പോലും പോരട്ടെ. അപ്പൊ എന്താ പറയാ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ തന്നെ പോണം. ചിലപ്പോ എനിക്ക് വേണ്ടിട്ട് വരും. അപ്പൊ ഞാൻ തന്നെ പോകേണ്ടി വരും. പക്ഷെ റിനൂസിന് ഞങ്ങൾ ഞങ്ങളുടെ സേഫ് ആയിട്ട് പോയിട്ടുള്ളൂ. അതെ, ഇപ്പൊ പോകണമെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റിനുള്ളിൽ പോരും. മഞ്ചേരി, ഇടവണ്ണ, കാരക്കുന്ന്, തച്ചുണി ഈ റൂട്ടല്ലാതെ ഇവിടേക്ക് അല്ലാതെ പോയിട്ടുള്ളൂ. അതും 2-3 വട്ടം മാത്രമേ പോയിട്ടുള്ളൂ. വേറെ പോയിട്ടൊന്നുമില്ല. പിന്നെ 90 കൊണ്ടുപോയാണ്. പിന്നെ ആദ്യത്തെ ഇപ്പോൾ കാറ് പഠിക്കണം. ടൂ വീലറിന് ഞങ്ങൾ 3 പേര് പോരാ. കാരണം ഇരിക്കലും നല്ല സ്ഥലമാണ്. പോവാത്തോണ്ട് മാത്രല്ല, പിന്നെ എനിക്ക് ആദ്യം ആഗ്രഹമായിരുന്നു. പിന്നെ റിലൂസിന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സ്കൂട്ടി പഠിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് കാറ് പഠിക്കാനായിട്ട് റിലൂസിന് സ്കൂട്ടി പഠിക്കാൻ രണ്ടാളാഗ്രഹം പഠിച്ചോ അമ്മി. പക്ഷെ എനിക്ക് പേടിയാണ് കേട്ടോ. അപ്പൊ അതൊന്നല്ലേ വിഷയം, വേറെ വിഷയത്തിലേക്ക് പോയി. സ്കൂട്ടി അതല്ല പറഞ്ഞപ്പോ കറങ്ങി അവിടെ എത്തി. പിന്നെ അത്രയൊക്കെ തന്നെ കേട്ടോ. പിന്നെ മെയിനായിട്ട് എന്താ പറയാ, പിന്നെ ബേബിക്ക് അസുഖം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അനന്തല്ല അങ്ങനെ ചെറിയ എന്താ പറയുക ഇങ്ങനെ തീറ്റി കടിക്കുമ്പോൾ ഈ 15-ാമത്തെ ദിവസം ഡീറ്റ് അടിച്ചപ്പോഴും പിന്നെ 45-ാമത്തെ ദിവസം ഡീറ്റ് അടിച്ചപ്പോഴും ഫസ്റ്റ് അടിച്ചത് ഉള്ളിക്ക് ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് 45-ാമത്തെ ദിവസം അടിച്ചത് 3 സൂചിയാണ്. ഇനിയിപ്പോ ആർക്കായാലും ഭയങ്കര പനിന്ന് കുട്ടിക്ക് അതിനൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ഞാനും കരഞ്ഞു പോകും. ഞമ്മക്കിപ്പോ ഇങ്ങനെ പറയുമ്പോ ഞമ്മക്ക് പോയി കുഴപ്പമില്ല. പക്ഷെ നേരിട്ട് മുന്നിൽ കാണുമ്പോ ഞമ്മക്കായാലും ഞാൻ പിടിച്ചെടുത്തിട്ടില്ലായിരുന്നു. ഞാൻ അമ്മമാരെന്നെ അതല്ല രസം എന്താ അറിയോ, ഉമ്മേനെ കുട്ടീനെ പിടിച്ചെടുക്കണ്ട. ഉമ്മേനെ കാര്യം ചെയ്തു. പക്ഷെ ഉമ്മേനെ പിടിച്ചെടുത്ത് ഉമ്മാനെ പിടിച്ചെടുത്ത് എന്നിട്ട് ഉമ്മമ്മ അതായത് എന്റെ ഉമ്മ അപ്പൊ എന്താ പറയാ ഇങ്ങനെ പറഞ്ഞു നിങ്ങള് ചേലാക്കരുത്. അടുത്ത തീക്ക് അടിക്കാൻ വരുമ്പോ ബേബിയുടെ ഉമ്മേനെ പിടിച്ചെടുക്കണം. അപ്പൊ ഞാൻ ഉമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോരൂല, ഇമ്മ പോയാ മതി. ഇനിയിപ്പോ പിടിച്ചെടുക്കണം. അപ്പൊ പുതിയതായിട്ടൊരു കാര്യം പറയണ്ടേ, നമ്മൾ അതിനെ കണ്ട എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ പറയണില്ല. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണല്ലേ. അയാൾ പറയില്ല. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും തോന്നാലും നിങ്ങൾ കമന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും മാറ്റം ഫേസിൽ വന്നിട്ടുണ്ടെങ്കിൽ പറയണം. ഓക്കെ. പിന്നെ എവിടെ നിർത്തിയ സൂചിന്റെ കാര്യം. ലാസ്റ്റ് 3 സൂചി അടിച്ചത്. അപ്പൊ കുട്ടിക്ക് നല്ല ഉള്ളിക്കും പുറത്തേക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പക്ഷെ ഗുളിക കൊടുത്ത അപ്പത് വിടും. പിന്നെ പിറ്റേന്ന് അതേ ടൈം പിന്നെയും തുടങ്ങും. അങ്ങനെ ഒരു 3-4 ദിവസം ഗുളിക കൊടുത്തു. പിന്നെ മാറി. പിന്നെ 3 ദിവസം. പിന്നെ അങ്ങനെയൊക്കെയാണ് പുതിയ അറിവ്. ഇതാണ് അമീലിയയുടെ വിശേഷങ്ങള്. അമീലിയ എന്ന് പറഞ്ഞ പേരിട്ടേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനാണ് പേരിട്ടെ. പക്ഷെ ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ അമീലിയാണ്. വീട്ടിലെല്ലാവരോടും പറഞ്ഞു, ഉമ്മാനോട് പറഞ്ഞു, വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഓക്കെ ആണോ എന്ന്. അപ്പൊ ഉമ്മ വേറൊരു പേര് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇടാന്ന് പറഞ്ഞ് നിൽക്കിയിരുന്നു. പിന്നെ അമീലിയ അതിന് ശേഷം കണ്ടപ്പോ ഉമ്മ പറഞ്ഞു അത് ഇടാ, അമീലിയ ഇടാ, ഒരു വെറൈറ്റി നല്ല അർത്ഥമുള്ള പേരാട്ടോ. അത് എല്ലാരും ചോദിച്ചിരുന്നു നല്ല അർത്ഥമുള്ള പേരാണ്. പിന്നെ അപ്പൊ അതിനോട് ചോദിച്ചു അമീലിയ കൊള്ളാലെയാണ്. പിന്നെ ആമിന്ന് വിളിക്കുന്നത് പറഞ്ഞാല് ആമി ആദിക്ക് ഇഷ്ടമുള്ളതാണ്. എനിക്ക് എമി എന്ന് വിളിക്കുന്നതാണ്. അപ്പൊ 2 പേരും ഞാൻ ആമി വിളിക്കും, എമി വിളിക്കും, എമിമാന്ന് വിളിക്കും. അവൾക്ക് ഏതാണോ വലുതായിട്ട് ഇഷ്ടമുള്ളത് അതന്നെ. ഞാന് വേറെ വിളിക്കും, ആദ്യം വേറെ വിളിക്കും. കാരണം എന്താ പറയാ ആദ്യം ഞാൻ വെവ്വേറെ ആണെങ്കിൽ വിളിക്കണ്ടേ. കാരണം എന്താ പറയാ അങ്ങനെയാണെങ്കിൽ സ്നേഹിക്കണ്ടേ. ഉമ്മാന്റെ സ്നേഹം വേറെ, ഉപ്പാടെ സ്നേഹം വേറെ. രണ്ടും അറിയണല്ലോ. അതെ. അപ്പൊ ഉപ്പാനോടാണോ ഉമ്മാനോടാണോ ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് ചോദിക്കുന്ന മാതിരി 2 പേര് വിളിക്കണല്ലോ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് പിന്നെ
കുട്ടിക്ക് വന്ന് ടൈമൊന്നും പോണ അറിയില്ല. റീനൂസിന് ആദ്യം ഞാൻ വർക്കിന് ഒറ്റയ്ക്കുള്ള ടൈം പോണ അറിയില്ല. ഇപ്പൊ ബേബി ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ടൈം കൊണ്ട്. ഇന്നിപ്പോ ഇവിടെ ഉമ്മ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സൺഡേ നമ്മളെല്ലാം ഇങ്ങനെ സൺഡേ എടുക്കുക. പക്ഷെ ഇന്ന് സൺഡേ എടുക്കാനൊക്കെ കറക്റ്റ് ചെയ്ത് പഠിച്ചു. പക്ഷെ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഒരു കല്യാണം ഉണ്ടായിരുന്നു. ഉച്ചക്ക് ഒരു 11 പോയിട്ട് വൈകുന്നേരമല്ല, ഒരു 2:30. അപ്പൊ നമ്മുടെ ഈവനിങ് കണ്ടത് വീഡിയോ എടുക്കുന്നത്, അത് നേരം കണ്ടെത്തിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അധികം പറഞ്ഞ് നിർത്തുന്നില്ല, കാരണം ബേബിയുടെ ഫേസ് റിവീൽ ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ പിന്നെ നമ്മൾ ഇനി അടുത്ത ഓരോ വീഡിയോസ് നമ്മൾ ബേബിൻ്റെതായിട്ട് വിശേഷങ്ങളായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഫസ്റ്റ് നമ്മൾ ബേബിന്റെ ഫോട്ടോ റിവീവ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ഇതിന് കാത്തുന്നതായിരുന്നു. എന്നിട്ട് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇഷ്ടപ്പെട്ട, പിന്നെ എന്താ പറയാ ബേബി ആരുടെ ഫേസ് ആണ്, കുറെ കാര്യങ്ങൾ പേര് ഇഷ്ടായോ കമന്റ് ചെയ്യണം മറക്കാതെ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി വീഡിയോസ് ഇടണം, ഡെയിലി വീഡിയോസ് ഷോർട്ടിങ്ങിൽ ഇടണം, എന്നാലേ നിങ്ങൾക്ക് ആദ്യത്തെ വ്യൂസും കാര്യങ്ങളും കിട്ടുള്ളൂ. ഇപ്പൊ നമുക്ക് വ്യൂസ് ഒക്കെ കുറവാണ്. ഇൻഷാല്ലാ ഇനിയിപ്പോ അമീലിയയുടെ വിശേഷങ്ങളും ഷോർട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഓരോ വീഡിയോസ് ആയിട്ട് അങ്ങനെ വരും. എല്ലാരും സപ്പോർട്ട് ചെയ്യാം. പിന്നെ എല്ലാരും എങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ട എല്ലാരും മറക്കാതെ കമന്റ് ചെയ്യണം. എന്നാലും അതിനനുസരിച്ച് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ തള്ളി മറക്കാണ്. ഞാൻ തന്നെ ഇതിന് വീഡിയോയിൽ പിടിച്ചിട്ടാണ് വണ്ടി കഴിക്കാൻ പോയപ്പോ. ഞാൻ വണ്ടി കഴിക്കാൻ പോയി രാത്രി കഴിക്കാൻ നമുക്ക് ഞാനും കൂടി തരാം. രാത്രിയുള്ള ചളി മണ കാണുക. അതിപ്പോ ഇവിടുന്ന് നടന്നാലും കൂടി ആദ്യം പണി സ്ഥലത്ത് ചെണങ്ങി ചാടിക്കാൻ മുട്ടിയിട്ട് 10 രൂപേനെ 50 ബിസ്ക്കറ്റ് നടക്കാണ്. പിന്നെ നമുക്ക് എന്താ പറയാ അഭിമാന ഫേസ് കാണിക്കട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വലിയ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ കമന്റ് ചെയ്യണം. അപ്പൊ ഓക്കെ നമ്മള് കാണട്ടാ, മറക്കരുതേ. മറക്കാതെ എന്താ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണേ. ബൈ. അടുത്ത വീഡിയോ വരുന്നത്.